കണ്ണൂരിൽ ഓൺലൈൻ തട്ടിപ്പിൽ ഡോക്ടറുടെ 4.43 കോടി രൂപ നഷ്ടമായി. മട്ടന്നൂർ സ്വദേശിയായ ഡോക്ടർക്കാണ് പണം നഷ്ടമായത്. വ്യാജ ഷെയർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് തട്ടിപ്പ്. കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് അന്വേഷണം തുടങ്ങി. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുകയാണ്. നിഖിൽ, എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത്? റുജീഷ്, ഈ തട്ടിപ്പിന്റെ തുടക്കം എന്ന് പറയുന്നത് വാട്സാപ്പിൽ ഈ ഡോക്ടർക്ക് ലഭിച്ച ഒരു മെസ്സേജ് ആയിരുന്നു. ഈ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പിൽ നിക്ഷേപിക്കുക വഴി, അങ്ങനെ ഓൺലൈൻ ട്രേഡിംഗ് വ്യാപാരം നടത്തുക വഴി പണം ഇരട്ടിപ്പിക്കാം എന്ന ഒരു സന്ദേശമായിരുന്നു ആദ്യം വാട്സാപ്പിൽ ലഭിച്ചത്. ഈ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ പണം നിക്ഷേപിച്ചു. ഇങ്ങനെ പല തവണയായി കഴിഞ്ഞ ഈ ഏപ്രിൽ മാസം മുതലാണ് പണം നിക്ഷേപിച്ചു തുടങ്ങിയത്. ഇങ്ങനെ പല തവണയായി പണം നിക്ഷേപിച്ചു. ഈ പണം നിക്ഷേപിച്ചതിന് ശേഷം പക്ഷേ തിരിച്ച് നിക്ഷേപിച്ച പണമോ ലാഭമോ നൽകിയില്ല. അതിനൊപ്പം തന്നെ വിവിധ ചാർജുകൾ എന്ന പേരിൽ വീണ്ടും വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ നേരത്തെ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടേണ്ട ഒരു ആവശ്യകത കൂടി ഉള്ളതിനാൽ കൂടുതൽ പണം നിക്ഷേപിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് 4,43,20,000 രൂപ ഈ ഡോക്ടർക്ക് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഏപ്രിൽ മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെയും ഇത്തരത്തിൽ വിവിധ അക്കൗണ്ടുകളിലേക്ക് ഈ പണം നിക്ഷേപിക്കാൻ ഈ തട്ടിപ്പുകാർ ആവശ്യപ്പെടുകയും അതുപ്രകാരം പണം നിക്ഷേപിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലാണ് ഇത് തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കുൾപ്പെടെ പരാതി നൽകുന്ന സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ ദിവസം സിറ്റി സൈബർ പോലീസിനും പരാതി നൽകി. ഏതായാലും പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പുകൾ വ്യാപകമാവുകയും ഈ തട്ടിപ്പുകൾക്കെതിരെ പോലീസ് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമാന്തരമായി ഇത്തരത്തിൽ കോടികളുടെ തട്ടിപ്പിന് ആളുകൾ ഇരയാകുന്നു എന്ന ഏറ്റവും ഗൗരവതരമായ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് കൂടിയാണ് ഈ സംഭവം. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമ്പോൾ പോലും വലിയ പ്രതിസന്ധി ഈ സൈബർ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലുണ്ട്. കാരണം ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. വിവിധ അക്കൗണ്ടുകളിലേക്ക്, അതും പെട്ടെന്ന് നമ്മുടെ പോലീസിനെ കണ്ടെത്തുന്നതിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുള്ള അക്കൗണ്ടുകൾ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ അക്കൗണ്ടുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മാത്രമല്ല, ഈ ഡോക്ടർ 23 ലക്ഷം രൂപ വരെ ഒരു തവണ 23 ലക്ഷം രൂപ എന്ന നിരക്കിൽ വരെ പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ അക്കൗണ്ടുകൾ ആരുടെ പേരിലാണ് എന്ന് തിരിച്ചറിയുന്നതിനും ഈ നിക്ഷേപിച്ച പണം തിരികെ പിടിക്കുന്നതിനുമെല്ലാം തന്നെ സാങ്കേതികമായി ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടി, അതുമായി ബന്ധപ്പെട്ട കാലതാമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി നേരിടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് സൈബർ പോലീസ് കടന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ അന്വേഷണം സമഗ്രമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ശരി നിഖിൽ, എന്തായാലും മട്ടന്നൂരിലാണ് 4,43,00,000 രൂപ വ്യാജ ട്രേഡിംഗ് ആപ്പ് വഴി ഒരു ഡോക്ടർക്ക് നഷ്ടമായി.